അല്ല, ഒഡേസ മൂവീസ് ആ നിലയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണോ? ഒരു സിനിമ അല്ലാതെ ഫിലിം ക്ലബ്ബ് മാതിരി അല്ല അത്. അല്ല. ഒഡേസ സിനിമ നിർമ്മാണം തന്നെയാണ്. ജനീയ, അതായത് പല സമയങ്ങളിലായിട്ട് ചർച്ചകളും ആശയവിനിമയങ്ങളും നടന്നിട്ടുണ്ടാകാം. പക്ഷെ അപ്പോഴും പിന്നെ ജോണിനെ കണ്ടു കഴിഞ്ഞാൽ അവഗണിക്കുകയും ബൂർഷ രണ്ട് വിധത്തിലാണ് അനാർക്കി ബൂർഷ ലൈനിൽ എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയം പറഞ്ഞ് പറയുന്ന ആൾക്കാർ മാറ്റി നിർത്തുകയും ചെയ്തത്. അത് ഏറ്റവും വലിയൊരു അനുഭവമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളെ ഷൂട്ടിങ് തുടങ്ങുകയാണ്. നാളെ എന്നല്ല, അതുകൊണ്ട് എല്ലാവരും കൊച്ചിയിലെത്തണമെന്ന് പറഞ്ഞു. കൊച്ചിയിലാണോ ഇതിന്റെ തുടക്കം? ഞാനും മുഖേരിയും ജോയിയും നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെ താമസിക്കുന്നു. ഇതില് ഹരിയുണ്ട്, എല്ലാവരും ഉണ്ട്. ആകെ പൈസ ഉള്ളത് ആരും ഇല്ല. പൈസ ഉള്ള ആൾക്കാർ ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ പൈസ ഒന്ന് ആരുടെയും വാങ്ങാന്നുള്ള രീതിയിൽ മുഖേരി പറഞ്ഞ് നമുക്ക് TK രാമേന്ദ്രനെ പോയി കാണടാ. ചിറ്റൂർ റോഡിലാ പുള്ളി ആ സമയത്ത് ടൗണിലാണ്, സൗത്തില്. വീട് അവിടെയായിരുന്നു. KSRTCന്റെ തൊട്ടടുത്തായി. ആ സമയത്ത് അയാള് കോളേജിൽ ചേർന്നിട്ടുണ്ടോ? ചേർന്നിട്ടുണ്ടാവണം. ജോലിയുള്ള അവസ്ഥയിലായതുകൊണ്ടായിരിക്കാം ചോദിക്കാന്നുള്ള രീതിയിൽ ഇത് ചെയ്ത് അയാളെ വിട്ടു പോയി. ഞാനും ജോയിയും മുഖേരിയും കൂടെ പോയ സമയത്ത് TK അവിടെ ഇല്ല. TK അവിടെ ഇല്ലാത്ത സമയത്ത് അവിടെ താമസിക്കുന്ന ആള് TN ജോയിയാണ്. TN ജോയി അവിടെ താമസിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു 5-6 മണിക്കാണ് അവിടെ എത്തിയത്. എത്തിയ ഉള്ളിലിരുന്ന് വർത്താനൊക്കെ പറയുന്നതിൻ്റെ ഇടയിൽ കൂടി TN ജോയി പുറത്ത് നിന്നിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ച്, മനസ്സിലായില്ലേ? എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, എടാ നിനക്ക് തലക്ക് ഓളമില്ലേ, ഇവരെയൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പാടുണ്ടോ? എന്ത് ജോണ്, ആരെ ജോണ്, നീ ഇവരെയൊന്നും പെട്ടെന്ന് തന്നെ ഇവരെയും കൂട്ടിയിട്ട് സ്ഥലം വിട്ടോളാം. മനസ്സിലായില്ല? അതൊരു രാഷ്ട്രീയ നിലപാടാണ്. അത്തരം ഓരോ ധാരയായിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരുടെ, ഓരോ ശാഖകളായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ രാഷ്ട്രീയ നിലപാടാണ്. എത്രയും പെട്ടെന്ന്, ചിലപ്പോൾ ഒന്നും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കൂട്ടത്തിൽ നടന്നിട്ടെങ്കിലും പരിചയമില്ല.